നമുക്കറിയാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഡിസംബർ 30 ഓൾറെഡി വന്നു കഴിഞ്ഞായിരുന്നു അല്ലെ. ഇക്വലന്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യും. അതായത് ഫാംഡിക്കാർക്കും എന്താണ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മറക്കണ്ട. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. PPharm MPharm ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക്, ഫാം ഡി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ചില ആൾക്കാർക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ്, ചിലർക്ക് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ്, ചിലർക്ക് പഠിപ്പിക്കാൻ കയറുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ വേറെ കുറച്ച് പേർക്ക് ഡ്രഗ് ഇൻസ്പെക്ടർ, ഡ്രഗ് അനലിസ്റ്റ് അങ്ങനെയുള്ള ഫീൽഡുകളിൽ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും. ചിലർ ഹയർ സ്റ്റഡീസിന് വേണ്ടി എബ്രോഡ് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ പഠിപ്പിക്കാൻ ഫാർമസി കോളേജസിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി. ആ ഒരു പോസ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എന്ന് പറഞ്ഞ പോസ്റ്റ് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. നമുക്കറിയാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഡിസംബർ 30 ഓൾറെഡി വന്നു കഴിഞ്ഞായിരുന്നു അല്ലെ. എന്തായിരുന്നു അതിന്റെ കാറ്റഗറി നമ്പർ? 691/2025 ആയിരുന്നു അതിന്റെ കാറ്റഗറി നമ്പർ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഫെബ്രുവരി 4 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ആ ഒരു നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇതിന്റെ പേ സ്കെയില് ആസ് പെർ UGC നോംസ് ആണ്. അപ്പൊ എന്തായാലും ഒരു 50+ ഒക്കെ നമുക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാം. 50+, 60+ ഒക്കെ അബോവ് നമുക്ക് സാലറി എന്തായാലും ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റ്, എത്രത്തോളം വേക്കൻസീസ് വരുന്നോ അതിന്റെ ബേസിസിലായിരിക്കും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? മുന്നേക്ക് MPharm ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഓർഡർ വന്നതിന് ശേഷം ഇക്വലന്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യും. അതായത് ഫാംഡിക്കാർക്കും എന്താണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഏജ് ലിമിറ്റ് എന്തായിരുന്നു? ഇതെല്ലാം ഓൾറെഡി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമാണ്. 24 തൊട്ട് 41 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ OBC-ക്കാർക്കും SC/ST-ക്കാർക്കും അതാത് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ എജൂസ് അക്കാഡമി ഏറ്റവും പുതിയ ബാച്ച്, നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ 3rd ബാച്ച് ഈ വരുന്ന മാർച്ച് 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ. അപ്പൊ നമുക്കറിയാം നമ്മൾ ജോലി തിരക്കിലൊക്കെ ആയിരിക്കും അല്ലെ. ചിലർ ഓൾറെഡി പ്രൈവറ്റ് കോളേജസിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് കറക്റ്റ് ടൈമിൽ, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിലാണ് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ വീക്ക്ലി ലൈവ് റിവിഷൻ എല്ലാ സാറ്റർഡേയ്സും നമ്മൾ ആ ഒരു വീക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ റിവിഷൻസ് നമ്മൾ സൂമിലൂടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ ആ ഒരു വീക്കിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സസിന്റെ ബേസിസിൽ സൺഡേസിൽ, എല്ലാ സൺഡേസിലും വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഓരോ ടോപ്പിക്സിന്റെ താഴെയായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട്, റിവിഷനും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു ക്ലാസ്സുകൾ പഠിച്ചതിന് ശേഷം അതിന്റെ ലൈവ് സെഷൻ കൂടി അറ്റൻഡ് ചെയ്ത് പിന്നെ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് അല്ലെ അത്. അതുപോലെ റിവിഷൻ ടെസ്റ്റ്, കുറച്ച് ബൾക്ക് ഓഫ് ടോപ്പിക്സ് ഒരുമിച്ച് ഒരു ടെസ്റ്റ് പോലെ കണ്ടക്ട് ചെയ്യും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അനിമേറ്റഡ് ക്ലാസ്സസ് ആണ്. അനാറ്റമിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി 3D വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ലൊക്കേഷനും അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാറ്റമിക്ക് നമ്മുടെ ബ്രെയിനിൽ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കും. അത് അതിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള അനിമേറ്റഡ് ക്ലാസ്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് കൺസേൺസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിനെ അറിയിക്കാവുന്നതാണ്. എല്ലാ പ്രോബ്ലംസും നമ്മൾ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മറക്കണ്ട. ഈ വരുന്ന മാർച്ച് 4-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവര് ഈ തന്നിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ. പിന്നത്തേക്ക് വെക്കരുത്. ഇത്രയും വലിയൊരു എക്സാം ആണ്, കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നല്ലൊരു സാലറി സ്കെയിൽ ഉണ്ട്. അപ്പോൾ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊന്നും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. മാക്സിമം എല്ലാവരും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. അപ്ലൈ ചെയ്ത ആൾക്കാർ ന്യൂ ഷാറായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. എനിവേ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.